ഞാൻ മേരി മറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യരുടെ പെരുമാറ്റം അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ രസകരമായൊരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് യുക്തിസഹജമായൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട്, ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? നമുക്ക് ബഹുമാനത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. മറ്റുള്ളവരുടെ ബഹുമാനവും അംഗീകാരവും ഒക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ കണ്ടിട്ടില്ലേ, എന്നെ മറ്റേയാൾ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞ് അവർ പരാതി വരെ എഴുതി കൊടുക്കും. വിദ്യാർത്ഥികൾക്ക് തങ്ങളോട് ബഹുമാനമില്ല എന്ന് പരാതിപ്പെടുന്ന അധ്യാപകരുണ്ട്. പിന്നെ മക്കൾക്ക് ബഹുമാനമില്ലാത്ത കാര്യം ഇപ്പോൾ മാതാപിതാക്കളെ ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനം ഒരിക്കലും ഡിമാൻഡ് ചെയ്ത് മേടിക്കാവുന്ന ഒന്നല്ല. അത് മനസ്സിൽ തോന്നി പ്രകടിപ്പിക്കേണ്ട ഒന്നാണ്. എങ്കിൽ മാത്രമേ അത് ലഭിക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. അതായത് ബഹുമാനം അർഹിക്കുന്നവരായി നമ്മൾ മാറുക. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്താണെന്നോ, ബഹുമാനം ആർജിച്ചെടുക്കാൻ, റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നോ, ഞാൻ എന്നെ തന്നെ ബഹുമാനിക്കുക. പലപ്പോഴും വിനയമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് തന്നെ വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു പ്രിൻസിപ്പലിനെ പരിചയമുണ്ട്. HOD ഒക്കെ ആയിരുന്ന ആളാണ്. പക്ഷേ ഈ പ്രിൻസിപ്പൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ അവർ പറഞ്ഞു വെക്കും, എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് അറിവില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടാകണമെന്നില്ല. പക്ഷേ അറിവില്ലാത്ത കാര്യങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിക്കണം. അതിനുള്ള മാർഗമൊന്നും അവർ സ്വീകരിക്കില്ല. അതിന് പകരം എനിക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഒരാളെ മറ്റുള്ളവരെ എങ്ങനെയാണ് ബഹുമാനിക്കുക? അതുപോലെ തന്നെ എനിക്കല്ലെങ്കിലും ഭാഗ്യമില്ല, അല്ലെങ്കിൽ എൻ്റെ വിധി ഇതായിപ്പോയി, ഇങ്ങനെയൊക്കെ പറയുന്നതും നമുക്ക് നമ്മളോടുള്ള ബഹുമാനക്കുറവിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. ഇത് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ബഹുമാനം കുറയുന്നതിന് കാരണമാകും. രണ്ടാമത് ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നോ, ബഹുമാനം ലഭിക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള മാർഗം എന്താണെന്നോ, ബഹുമാനം കൊടുക്കുക. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ഗീവ് റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്സിലൊക്കെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. നമ്മുടെ ലെവലിൽ നിന്നും മുകളിലെ ലെവലിലാണെന്ന് നമ്മൾ കരുതുന്ന ചില വ്യക്തികളുണ്ട്. അതുപോലെ നമ്മളിലും താഴെ ലെവലിൽ നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കിക്കാണുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ ചിലർ മുകളിലുള്ളവരോടൊക്കെ ഒരുപാട് ബഹുമാനം കാണിക്കും. പക്ഷെ താഴെയുള്ളവരോട് ഒരു ബഹുമാനം കാണിക്കാൻ അവർക്ക് വല്ലാത്ത മനപ്രയാസം, അല്ലെങ്കിൽ അവർക്ക് മെൻ്റൽ ബ്ലോക്സ് ഉണ്ടാവും. അവരെന്നെയാണ് ബഹുമാനിക്കേണ്ടത് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. എല്ലാവരോടും ഒരേപോലെ ബഹുമാനം കാണിക്കാൻ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത്, നമ്മളെക്കാൾ ലെവൽ കുറവാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകളില്ലേ, അവരെ കൂടുതൽ ബഹുമാനിക്കണം നമ്മൾ. ബഹുമാനം ഏറ്റവും കൂടുതൽ തിരിച്ചു കിട്ടുക അവരിൽ നിന്നാണ്. ബഹുമാനത്തോടൊപ്പം സ്നേഹവും ഉണ്ടാവും അവിടെ. ഹയർ ലെവലിൽ നിൽക്കുന്നവർക്ക് പിന്നെ ഞങ്ങൾ ബഹുമാനം അർഹിക്കുന്നവരാണ്, അവരുടെ കടമയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. ആരായാലും നമ്മൾ അവരെ ഇരുത്തി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ബഹുമാനം കൊടുക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കൊച്ചു കുഞ്ഞാണെന്ന് കരുതി അയാൾക്കും റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? എൻ്റെ കൊച്ചുമോളിൽ നിന്നും ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. കൊച്ചുമക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും അവരുടെ പേര് വിളിക്കുന്നതിനേക്കാൾ എടീന്ന് വിളിക്കും, എടാന്ന് വിളിക്കും, അല്ലേ, നീ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് റെഫർ ചെയ്യാറ്. ഇപ്പോൾ നീയാമോള് ഞങ്ങളെയൊക്കെ അങ്ങനെ റെഫർ ചെയ്യാൻ തുടങ്ങി. എന്നെ മെറ്റി മമ്മി എന്നാണ് വിളിക്കുക. എടി മെറ്റി മമ്മി, അല്ലെങ്കിൽ എടാ മെറ്റി മമ്മി എന്നൊക്കെ എന്നെ അഭിസംബോധന ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് എൻ്റെ മോൾ എന്നോട് പറഞ്ഞത്, അതെന്താണെന്നറിയാമോ, നീയാമോളെ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ വിളിക്കാറ്, അതുകൊണ്ടാണ് അവൾ നമ്മളെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, നമ്മൾ പലപ്പോഴും ഈ ലെവൽ വ്യത്യാസം മനസ്സിൽ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ബഹുമാനക്കുറവ് അവിടെ കടന്നു വരാറുണ്ട്. ഇതൊക്കെ നമുക്ക് എളുപ്പം മാറ്റം വരുത്താവുന്നതാണ്, അല്ലേ? ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ധാരണയില്ലേ, ഞാൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഹയർ ലെവലിലുള്ള ഒരാളാണ്, അപ്പോൾ എല്ലാവരും എനിക്ക് നമസ്തേ പറയണം, എന്നെ ഗ്രീറ്റ് ചെയ്യണം. തിരിച്ചൊന്ന് ചെയ്തു നോക്കിയേ. മറ്റേയാൾ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കണ്ട, അയാളെ നമുക്ക് ആദ്യം ഗ്രീറ്റ് ചെയ്യാം. ഒരുപാട് ബഹുമാനം തിരിച്ചു കിട്ടും കേട്ടോ, ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് എന്തിനോടെങ്കിലുമൊക്കെ വിയോജിപ്പുണ്ട്, കാര്യങ്ങൾ ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തുറന്നു പറയുക നമുക്ക് ഒരുപാട് ബഹുമാനം നേടിത്തരുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷെ കോൺഫിഡൻ്റ് ആയിട്ട് പറയണം. എൻ്റെ അഭിപ്രായം ആരുടെ മുമ്പിലും പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഞാൻ കാണിക്കുമ്പോൾ മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കാൻ സാധ്യത കൂടും. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്നോ, നമുക്കൊരു വിയോജിപ്പുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും. എന്തിനാണെന്നറിയാമോ? നല്ല പേര് കിട്ടാനാണ് പലപ്പോഴും. ഞാനിനി നോ പറഞ്ഞ് ആരുടെയും
വിരോധം സമ്പാദിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയായിരിക്കാം, നമ്മളോട് ആർക്കും വിരോധമോ വിഷമോ ഒന്നും തോന്നില്ല, പക്ഷെ ബഹുമാനം ഉണ്ടാവില്ല കേട്ടോ. പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്നോ, അയാളുടെ അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഇല്ലാത്ത ആളാണ്. ഇങ്ങനൊരു പേര് വരുന്നത് നമുക്കങ്ങനെ ബഹുമാനം ഉണ്ടാക്കി തരുന്ന കാര്യമല്ലല്ലോ. പിന്നെ ചിലരെ കണ്ടിട്ടില്ലേ, അവരഭിപ്രായങ്ങളൊക്കെ പറയും, പക്ഷെ ഒരുപാട് അപ്പോളജൈസ് ചെയ്ത് എക്സ്ക്യൂസോടുകൂടിയാണ് അഭിപ്രായങ്ങൾ പറയുക. ഞാനിങ്ങനെ പറയണത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ പോയില്ലേ, നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുക. ഇതുപോലെ ചില ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരാളെക്കുറിച്ച് പണ്ട് തമാശയ്ക്ക് പറയുമായിരുന്നു, അയാൾ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഉടനെ വേണമെന്ന് പറയും, ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്നും പറയും. സംശയമുള്ള കേസിൽ എന്ത് ചെയ്യുമെന്നാ കക്ഷി വേണ്ടണം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വളരെ തമാശയായിട്ട് ആളുകൾ കണ്ട് അയാളെ കളിയാക്കി ചിരിക്കുമായിരുന്നു. എൻ്റെ അമ്മ വളരെ പാവമാണ്, എൻ്റെ അച്ഛൻ വളരെ പാവമാണ്. ഈ പാവമായിട്ടുള്ള ആളുകൾക്ക് ബഹുമാനം കിട്ടാനുള്ള സാധ്യത കുറവാണ്. തെറ്റുപറ്റിയാൽ സമ്മതിക്കുക, അഡ്മിറ്റ് ദ മിസ്റ്റേക്സ്. അത് നല്ല വിഷമമുള്ള കാര്യമാണല്ലേ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഞാൻ തെറ്റുപറ്റിയാൽ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു. നേരെ തിരിച്ചായി കഴിഞ്ഞപ്പോൾ എന്ത് സമാധാനമാണ്. തെറ്റുപറ്റിയെന്ന് കണ്ടാൽ അംഗീകരിച്ചാൽ മതി കേട്ടോ. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നും പറഞ്ഞ് തെറ്റ് പറ്റാത്തിടത്തും പറയരുത്. അതുപോലെ തന്നെയാണ് നമ്മൾ നേതൃസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യാറില്ലേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാണത് ചെയ്തത് എന്നിട്ട് അയാളെ കുറ്റപ്പെടുത്തുക. നേതൃസ്ഥാനത്ത് നമ്മളാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇതൊക്കെ നമ്മളോടുള്ള ബഹുമാനം കൂടാനേ ഇടയാകൂ. APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്ന വളരെ ഹൃദ്യമായിട്ടുള്ളൊരു അനുഭവമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ അത് പറയേണ്ടതൊരു ആവശ്യമാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം APJ അബ്ദുൽ കലാം ISROയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു പ്രോജക്റ്റ് മാനേജറായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ സതീഷ് ധവാനായിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് ഫെയിലിയറായി. ഒരു സാറ്റലൈറ്റ് പ്രോജക്റ്റ്, ക്രോഴ്സ് ഓഫ് റുപ്പീസ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഫെയിലിയറായി. അപ്പോൾ ഈ പ്രോജക്റ്റ് ഫെയിലിയറായപ്പോൾ പത്രസമ്മേളനം നടത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പത്രസമ്മേളനത്തിന് പോകാനായി റെഡിയാവുകയാണ്. അപ്പോൾ സതീഷ് ധവാൻ അവരോട് പറഞ്ഞു, ഞാൻ പോയിക്കോളാം, ഞാൻ പോയി പത്രക്കാരോട് സംസാരിക്കാം, കാരണം ഈ ഫെയിലിയറിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അടുത്ത തവണ പ്രോജക്റ്റ് സക്സസ്ഫുള്ളായി, വീണ്ടും പത്രസമ്മേളനം. അപ്പോൾ സതീഷ് ധവാൻ പ്രോജക്റ്റ് മാനേജറെയും അതിൽ വർക്ക് ചെയ്തവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോവുക പത്രസമ്മേളനത്തിന്, യു ഗോ ദെയർ ആൻഡ് സെലിബ്രേറ്റ്. ഇങ്ങനെയൊക്കെ പറയുന്നൊരു വ്യക്തിയോടുള്ള ബഹുമാനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് സതീഷ് ധവാൻ എന്തുമാത്രം ആദരിക്കപ്പെടുന്നു ഇപ്പോഴും. അഞ്ചാമത്തെ കാര്യം വിശ്വാസ്യത, ക്രെഡിബിലിറ്റി. ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കും, ആരാണത് പറഞ്ഞത്. പറഞ്ഞ ആളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ, അയാളാണോ പറഞ്ഞത്, അപ്പം പിന്നെ അതിൽ യാതൊരു കാര്യവുമില്ല. അങ്ങനെയുള്ള ഒരാളോട് നമുക്ക് വല്ല ബഹുമാനവും തോന്നുമോ? ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പറയില്ലേ, അവിടെയുള്ള ചിലരെക്കുറിച്ച് വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ടോ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടപെടണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കീപ് യുവർ പ്രോമിസസ്. അയാളാണോ പറഞ്ഞത് എങ്കിൽ ഉറപ്പായിട്ട് നടക്കും. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കാതിരിക്കും അല്ലേ. ആറാമത്തെ കാര്യം എന്താണെന്നോ, നമ്മൾ എവിടെയായിരിക്കുമ്പോഴും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം അവിടെ ഉണ്ടാവുക. എവിടെയായിരിക്കുമ്പോഴും മാറി നിൽക്കാതെ അവിടുത്തെ കാര്യങ്ങളിൽ സജീവമായിട്ട് പങ്കാളികളാവുക. നമ്മൾ ഏത് തരത്തിലാണ് ഇടപെടേണ്ടതെന്ന് ഔചിത്യപൂർവ്വം മനസ്സിലാക്കി പെരുമാറുക. ഏഴാമത്തെ കാര്യം എന്താണെന്നോ, സെറ്റ് ബൗണ്ടറീസ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനും ഒരു ലിമിറ്റ് തീരുമാനിക്കണം. റിലേഷൻഷിപ്സിൽ ബൗണ്ടറി, എവിടം വരെ ബന്ധങ്ങളാവാം, ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ, ഇതിലൊക്കെ ഒരു ലിമിറ്റ് വെക്കണം. എപ്പോഴും നമ്മളിങ്ങനെ എല്ലാത്തിനും അവൈലബിൾ ആണ്. നമുക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ കാര്യങ്ങളെല്ലാം നടക്കണം. എല്ലാവരുടെയും എല്ലാ റിക്വസ്റ്റിനോടും നമുക്ക് യെസ് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളിൽ നിന്ന് നോ പറയേണ്ടതായിട്ട് വരും. നോ പറഞ്ഞു എന്ന് വിചാരിച്ച് ആരുടെയും റെസ്പെക്റ്റ് ഒന്നും കുറയാൻ പോകുന്നില്ല, റെസ്പെക്റ്റ് കൂടാനേ വഴിയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യുന്നത് വഴി മറ്റുള്ളവരുടെ ബഹുമാനം കൂടാനാണ് സാധ്യത. ഒമ്പതാമത്തെ കാര്യം, ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരോട് ആളുകൾക്ക് കൂടുതൽ ബഹുമാനം തോന്നും. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു പൊസിഷനിലേക്ക് എത്തുകയാണ്. അപ്പം നാച്ചുറലി ആളുകൾക്ക് ബഹുമാനം തോന്നാൻ സാധ്യതയുണ്ടല്ലോ. ചില റെസ്പോൺസിബിലിറ്റി നമുക്ക് വളണ്ടിയറായിട്ട് ഏറ്റെടുക്കാം. നമ്മളിലേക്ക് വന്നു ചേരുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട്, പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉത്തരവാദിത്തങ്ങൾ വേണ്ടി വരും. നമ്മുടെ ജീവിതത്തിലെ ചില റോളുകളിൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ആളുകളോട് ആളുകൾക്ക് നല്ല ബഹുമാനം തോന്നും. പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറുമല്ലേ,
പ്രത്യേകിച്ച് ഒരു വോളണ്ടറി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. എന്നിട്ട് എന്ത് പറ്റും? ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ ബഹുമാനിതരാകുമ്പോൾ നമുക്ക് അസൂയ വരും. അപ്പോൾ പിന്നെ പാര പണിയാൻ തുടങ്ങും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അത് ഭംഗിയായിട്ട് നിർവഹിച്ചാൽ നമ്മൾ ഒരുപാട് ബഹുമാനിതരാവും. 10ാമത്തെ കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അവസാനം പറയുന്നത്. അതെന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാ ബഹുമാനവും നമ്മൾ കളഞ്ഞു കുളിക്കും. നമുക്ക് ഇമോഷണൽ കൺട്രോൾ ഇല്ലെങ്കിൽ, ഓരോ സ്ഥാനത്തിരുന്ന് ഷൗട്ട് ചെയ്ത് ബഹളം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ബഹുമാനം കളഞ്ഞു കുളിക്കുക എന്നൊക്കെ പറയാം. ദ പേഴ്സൺ കട്ട്സ് എ സോറി ഫിഗർ. ഇപ്പം നമ്മൾ 10 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നോട് ചിലർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഈ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം അവസാനം. ഞാൻ എല്ലാ പോയിന്റ്സും ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നോക്കാമല്ലോ. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.